നമസ്കാരം. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും അംഗീകാരം. ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂ പുരസ്കാരം നൽകി റഷ്യൻ ഭരണകൂടം അദ്ദേഹത്തെ ആദരിക്കും. റഷ്യൻ എംബസിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. റഷ്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണിത്. ഇന്ത്യ റഷ്യ ബന്ധം മെച്ചപ്പെടുത്താൻ നരേന്ദ്രമോദി സ്വീകരിച്ച നടപടിക്കാണ് പുരസ്കാരമെന്ന് എംബസി വൃത്തങ്ങൾ അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ച പുരസ്കാരമാണിത്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് റഷ്യ ഈ ബഹുമതി പ്രഖ്യാപിച്ചത്. നേരത്തെ UAEയും പ്രധാനമന്ത്രിക്ക് ഇത്തരത്തിൽ ബഹുമതി നൽകിയിരുന്നു. അറബ് മേഖലയിലെ പരമോന്നത പുരസ്കാരമായ സെയ്ദ് പുരസ്കാരമാണ് UAE നരേന്ദ്രമോദിക്ക് നൽകിയത്. വിദേശ രാജ്യങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് അധികാരമേറ്റ നാൾ മുതൽ നരേന്ദ്രമോദി ശ്രമിച്ചിരുന്നു. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തു തന്നെ അറബ് രാജ്യങ്ങളും റഷ്യയും തങ്ങളുടെ പരമോന്നത ബഹുമതികൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകിയത് രാഷ്ട്രീയ പ്രചാരണത്തിന് പ്രയോജനം ചെയ്യും എന്നാണ് BJP കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങൾ വലിയ വിമർശനമാണ് നേരിട്ടത്. ഇത് അംബാനിമാർക്കും അദാനിമാർക്കും വേണ്ടിയാണെന്നുള്ള കോൺഗ്രസിന്റെ ആരോപണങ്ങളും ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചാരണത്തിൽ ഉന്നയിച്ചു വരികയാണ്. എന്നാൽ ഇത്തരം പല സന്ദർശനങ്ങളും ഇന്ത്യയും നിരവധി വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം വലിയ തോതിൽ മെച്ചപ്പെടുത്തിയെന്ന കാര്യം പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. ഇപ്പോഴത്തെ പുരസ്കാരവും അതിന് ചൂണ്ടിക്കാണിക്കുന്നതാണ്. UAE അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ സയ്യിദ് മെഡൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചതും ഇതുമായി ബന്ധപ്പെട്ടാണ്. ബുഷിനും പുടിനും അതുപോലെ ഉന്നത രാഷ്ട്ര നേതാക്കൾക്കും നൽകിയ ബഹുമതിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും UAE സമ്മാനിച്ചത്. ഈ അവാർഡ് ലഭിക്കുന്നവരുടെ പേരിന് മുമ്പ് സയ്യിദ് എന്നുകൂടി ചേർക്കുന്നതോടെ മോദിയെ ഇനി മുതൽ സയ്യിദ് മോദി എന്നാവും UAE അഭിസംബോധന ചെയ്യുക. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാനാണ് അവാർഡ് പ്രഖ്യാപനം നടത്തിയത്. രാജാക്കന്മാർ, രാഷ്ട്രതലവന്മാർ തുടങ്ങിയവർക്ക് സമ്മാനിക്കുന്ന ഒരു ബഹുമതിയാണിത്. UAEയുമായുള്ള ബന്ധവും സഹകരണവും മെച്ചപ്പെടുത്തിയത് മുൻനിർത്തിയാണ് ബഹുമതിയെന്നും UAE ഭരണാധികാരി വ്യക്തമാക്കിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല സൗഹൃദം നിലനിർത്തുന്നതിന് നരേന്ദ്രമോദി വഹിച്ച പങ്ക് വലുതാണെന്നും എല്ലാ ഇസ്ലാമിക് രാജ്യങ്ങളുമായും ഇന്ത്യക്കിപ്പോൾ അടുത്ത ബന്ധമാണുള്ളതെന്നും UAE പ്രസിഡന്റ് വ്യക്തമാക്കിയതാണ്. സുഹൃത്തായ നരേന്ദ്രമോദിക്ക് സയ്യിദ് മെഡൽ സമ്മാനിക്കുന്നതിലൂടെ UAEയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് അദ്ദേഹം വഹിച്ച പങ്ക് അംഗീകരിക്കുകയാണ് ചെയ്യുന്നതെന്ന് അബുദാബി കിരീടാവകാശിയും UAE ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രതികരിച്ചിരുന്നു. മുൻകാലങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് W. ബുഷ്, ഫ്രഞ്ച് നേതാവ് നിക്കോളാസ് സർക്കോസി, ജർമ്മൻ ചാൻസലർ അംഗല മെർക്കൽ തുടങ്ങിയവർക്കാണ് ഇതിനു മുമ്പ് സയ്യിദ് മെഡൽ ലഭിച്ചിട്ടുള്ളത്. എലിസബത്ത് രാജ്ഞി, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവരും ഇതിനു മുമ്പ് ഇന്ത്യ കുറച്ചുകാലമായി തേടിക്കൊണ്ടിരുന്ന ജയ്ഷെ ഭീകരനെ പിടികൂടി ആരുമറിയാതെ ഇന്ത്യക്ക് UAE കൈമാറിയത് കഴിഞ്ഞ ദിവസം വാർത്തയായതാണ്. ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണ് UAE എന്ന് വെളിവാക്കുന്നതായിരുന്നു ഇത്. 2 വർഷം മുമ്പ് പുൽവാമയിലെ CRPF ക്യാമ്പ് ആക്രമിച്ച കേസിൽ ഇന്ത്യ തേടിക്കൊണ്ടിരുന്ന ജയ്ഷെ മുഹമ്മദ് ഭീകരനെയാണ് ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏതാനും ആഴ്ച മുമ്പ് പാകിസ്ഥാനിൽ നിന്നും UAEയിലെത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന നിസാർ താന്ത്രയെയാണ് പോലീസ് പിടികൂടിയത്. ഭീകരൻ അറസ്റ്റിലായ വിവരം പാകിസ്ഥാൻ ഉൾപ്പെടെ മറ്റു രാജ്യങ്ങൾ അറിയും മുമ്പ് തന്നെ അയാളെ ഇന്ത്യക്കു കൈമാറാൻ UAE തയ്യാറായത് ഭീകരക്കെതിരെ ഇന്ത്യക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാനുള്ള ആ രാജ്യത്തിന്റെ പ്രതിജ്ഞാബദ്ധത തെളിയിക്കുന്നതാണെന്ന വിലയിരുത്തലുകളും വന്നിരുന്നു.